മെല്ലെ കൊണ്ടുപോകാം. യെസ്, ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്താ നിങ്ങളുടെ പരിപാടി? ഇതൊക്കെ തന്നെ പരിപാടി. ഇതാണ് ആയുധം. കണ്ട നെല്ലിന്റെ പരിപാടിയാണല്ലേ? അത് ശരി അത് ശരി. ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നിങ്ങൾ എങ്ങനെയാണ് ഇത് ഇത്രയും കൊയ്തെടുത്തതാണ് ഞാൻ സമ്മതിക്കുന്നത്. ഇത് എങ്ങനെയാണ് അതെ, മുതലാളിപ്പണിയാണ്. പക്ഷെ എങ്ങനെയാണ് നിങ്ങൾ ഇത് നെല്ല് പുല്ലും വേറെ ആക്കിയതാണ് ഞാൻ ചോദിക്കുന്നത്. ട്രാക്ടറാണോ അല്ല മെഷീനാണോ അല്ല മറ്റേ മൂരികളാണോ? മെഷീനാണല്ലേ? അപ്പം നിങ്ങൾ അടുത്ത പരിപാടി എന്താണ് ഈ പാടത്ത്? അടുത്ത പരിപാടി 5 വർഷത്തേക്കുള്ള നെല്ലായി. 5 അപ്പൊ ഈ നെല്ല് നിങ്ങളിപ്പോ വെച്ചാൽ ഈ നെല്ല് ഒരു വർഷം കൊണ്ട് എന്താ ചെയ്യാൻ പോകുന്ന ഇപ്പോ? അത് ഒരു വർഷം കൊണ്ട് നിങ്ങൾ ഇത്ര നെല്ല് തിന്ന് തീർക്കോ? അങ്ങനത്തെ കൃഷി, കടല, പയറ്, ഉരുളക്കിഴങ്ങ്, ഉള്ളി, സബോള, അതാണ് ആയുധല്ലേ? ഈ പണി നിങ്ങൾ ആദ്യമായിട്ട് പഠിച്ചതാണോ അല്ല മറ്റേ ഇവിടെ വന്നിട്ട് പഠിച്ചാണോ? അപ്പൂപ്പന്മാരൊക്കെ ആയിട്ട് ഇവിടെ കൃഷി നടത്തിയ വലിയ ആൾക്കാരാണ്. അങ്ങനെയാണോ? നമ്മളാദ്യമായിട്ടാ ചെയ്യുന്നത്. അത് ശരി. അറിഞ്ഞൂടാ. ആര് നട്ടാലും കൃഷി ഉണ്ടാവും. അതുണ്ടാവും. പക്ഷെ കൃഷി അത് തീർച്ചയായിട്ടും അതാണ് മനസ്സ്. ഇപ്പൊ മനസ്സാണ് നിങ്ങൾ ഇപ്പൊ കൃഷി ഉണ്ടാവും. ആ മനസ്സാണ് ഈ മനസ്സ്. അപ്പം നിങ്ങൾ തർക്കമില്ല ആള്. അപ്പം നിങ്ങൾ വേറെ മറ്റേ ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ? വേറെ എങ്ങോട്ടും ഇതൊന്നും ഇല്ലല്ലോ? എനിക്കൊരു വടക്ക് കൂട്ടാറുണ്ട്. ഒരു കൂട്ടുകാരുണ്ട്. ആ കൂട്ടുകാരനാണ് വല്ല ചെയ്തു തന്നല്ലേ? പഠിപ്പിച്ചെന്ന്? അത് ശരി. അന്ന് പിന്നെ അങ്ങനെ ആകട്ടെ. അതല്ലേ പിന്നെ നമ്മക്ക് പിന്നെ എന്ന് വെച്ചാല് എന്താ പറയാ, നമ്മളിപ്പോ കിട്ടിയാനെ സ്കൂളിൽ പോയ സമയം വേസ്റ്റായി. അല്ലെങ്കിൽ പിന്നെ സ്കൂളിൽ പോയി സമയം വേസ്റ്റായി. കണ്ടുപിടിച്ചത് എനക്കറിയത്തില്ല. ശനി ഞായർ വരെ സ്കൂളാണ്. പക്ഷെ സ്കൂളിൽ പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൃഷി ചെയ്താൽ അതിനൊരു കുറച്ചും കൂടി നന്നാക്കാൻ പറ്റായിരുന്നു. അതിന്റെ ശരിയാണ്. യെസ് പോയി. കട്ട് ചെയ്തില്ല. ഇതാണ് വടക്ക് കൂട്ടാര. കള്ളക്കെല്ലാരും കുടിക്കും. ഇതെന്താ ചെയ്യുന്നത് നിങ്ങള്? നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ നെല്ല് വലിച്ചു വാരി കൂട്ടല്? നിങ്ങൾ എത്ര വർഷമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്? 1ാം ക്ലാസ് 5ാം വയസ്സിൽ തുടങ്ങിയ പരിപാടിയാണിത്. പരിപാടിയാണിത്. അപ്പം പക്ഷെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലല്ലോ കയ്യില്? അത് വേണ്ട ആവശ്യമില്ല. അതിന്റെ ആവശ്യമില്ല. സാധാരണ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിലല്ലേ വയലിൽ കൃഷി ചെയ്യാൻ പാടുള്ളൂ. കൃഷി അറിയാത്തവരൊക്കെ നിങ്ങൾ കൃഷി പഠിപ്പിക്കുവോ? ഫ്രീ ആയിട്ട് നിങ്ങൾ പഠിപ്പിക്കൂ? അത് ശരി. അങ്ങനെയൊക്കെയാണല്ലേ? സ്നേഹം മതി അല്ലേ? സ്നേഹം കൊണ്ട് നമ്മൾ പഠിപ്പിച്ചു. എല്ലാരും കാണട്ടെ, നിങ്ങളെ മുഖമൊക്കെ ഒന്ന് കാണട്ടെ. നിങ്ങള് ഫ്രീ ആയിട്ട് നിങ്ങൾ കൃഷി പഠിപ്പിച്ച എന്ന ആളല്ലേ? ഇനി ആർക്കെങ്കിലും കൃഷി പഠിക്കണമെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി. കൃഷി അറിയാത്ത ആൾക്കാരെ കൊണ്ട് നമ്മൾ കൃഷി പഠിപ്പിക്കും. ഏത് കൃഷി? എന്ത് കൃഷി ആയിക്കോട്ടെ. നെല്ല്, വാഴ, ഇഞ്ചി എല്ലാം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. ഇതൊന്നും വെറും വാക്കുകളല്ല, ഇതൊക്കെ ഒറിജിനൽ വാക്കാണ്. സ്കൂളിൽ പഠിക്കാൻ പോയത് വേസ്റ്റ് ആയി എന്നാണ് നമ്മളെ ബാലമാമ പറയുന്നത്. നമ്മൾ എന്തിനാണ് ഈ സ്കൂള് 8 മണിക്കൂർ കൂടെ നമ്മൾ പാടത്ത് പണിയെടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ പ്രൊഡക്ടിവിറ്റി കിട്ടും എന്നാണ് നമ്മളെ ബാലമാമ പറയുന്നത്. അപ്പൊ ശനി ഞായറും ക്ലാസ് വെച്ചിട്ട് ബസ്സിൽ പോയി സ്കൂളിൽ പോയി ABCD പഠിച്ചിട്ടൊന്നും കാര്യമില്ല. വായിക്കകത്ത് തിന്നാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നുള്ളത് ആദ്യം പഠിക്കണം, ആദ്യം ചെയ്യണം. നമ്മളെ കുടുംബത്തേക്ക് എങ്ങനെയാണ് ഭക്ഷണം വരുന്നത് എന്നുള്ളതാണ് ആദ്യം പഠിക്കേണ്ടത്. അങ്ങനെ ഭക്ഷണം ചെയ്യാൻ പറ്റുമെങ്കിൽ അവനാണ് രാജാവ്. പോയി പഠിച്ചിട്ട് ABCDയും പഠിക്കണ്ട, ഡോക്ടറേറ്റും വേണ്ട, ഡിഗ്രിയും വേണ്ട അല്ലേ? ബാലമാമ എന്താ പറയുന്നത്? ഒരു കാര്യം, ജോലി ഇപ്പൊ നമുക്ക് കിട്ടാൻ പറ്റില്ല. ഓരോരുത്തർക്ക് ചിലപ്പോ ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. പിന്നെ എന്തിനാ അത്രയും പൈസ വെറുതെ വണക്കണ്ടേ സ്കൂളിൽ പോയിട്ട്? നമുക്ക് ഈ പണി എടുത്താൽ പോരെ? മതി. നമ്മൾ കുടുംബം പോറ്റാൻ പറ്റും, മക്കളെ പോറ്റാൻ പറ്റും, പിന്നെ അമ്മനെ പോറ്റാൻ പറ്റും, അച്ഛനെ പോറ്റാൻ പറ്റും,
നമ്മൾ പെണ്ണുകാരെല്ലാം കൂടെ പൈസ ഉണ്ടാക്കാം. ആ. അങ്ങനെയാണ് നമ്മളുടെ ജീവിതം ഇങ്ങോട്ട് പോകുന്നത്. എന്നാ ശരി, ആൾക്കാരെ ബോറാക്കണ്ട അല്ലേ, നിർത്താം അല്ലേ? യെസ്, ഓക്കെ.